ഒരു പുരുഷന്റെ ഏറ്റവും ഹയസ്റ്റ് ഫെർട്ടിലിറ്റി പോയിന്റ് വരുന്നത് 23 മുതൽ 24 വയസ്സ് വരെ. അത് കഴിഞ്ഞുള്ള ഓരോ വർഷവും ഫെർട്ടിലിറ്റി കർവ് താഴോട്ടാ പോകുന്നു. അതായത് നമ്മളുടെ പ്രത്യുൽപാദന ശേഷി കുറഞ്ഞുകൊണ്ടേയിരിക്കും. പലതരത്തിലുള്ള അൺസയന്റിഫിക് ആയിട്ടുള്ള രീതികളും ട്രൈ ചെയ്ത് അവസാനം ഒരു 40കളിലോ 45കളിലോ ഒരാൾ വന്നാൽ നമുക്ക് ചിലപ്പോൾ ഈ മൈക്രോട്ടീസ, ഈ ശുക്ലാണു ഇല്ലാത്ത ആൾക്കാരിൽ ചെയ്യുന്ന പ്രൊസീജിയറാണ് മൈക്രോസ്കോപ്പിക് ടെസി എന്നുള്ള പ്രൊസീജിയർ. അതായത് ടെസിസിനെ ഉള്ളിൽ നിന്ന് മൈക്രോസ്കോപ്പിന്റെ സഹായത്തോടെ ചലനമുള്ള ശുക്ലാണുക്കളെ പുറത്തെടുക്കുന്ന രീതി. ആ രീതി ചെയ്താൽ നമുക്ക് ചിലപ്പോൾ സ്പേം റിട്രീവൽ, അതായത് ശുക്ലാണുവിന്റെ റിട്രീവൽ സാധ്യമാവണമെന്നില്ല. പ്രായം കൂടുന്തോറും ആ ഒരു റിട്രീവൽ ചാൻസ് കുറയും. അസൂസ്പെർമി, അതായത് ശുക്ലാണുവിന്റെ പ്രസൻസ് ഇല്ലാത്ത സെമൻ ഉള്ള പുരുഷന്മാരിൽ എത്രയും പെട്ടെന്ന് തന്നെ അവർ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വിത്ത് ആൻഡ്രോളജി, അതെ, ഈ പറഞ്ഞ പോലെയുള്ള മരുന്നുകൾ നിശ്ചിത കാലം കഴിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പടിയായിട്ടുള്ള ട്രീറ്റ്മെന്റുകളിലേക്ക് മൈക്രോട്ടിസിയിലേക്കും പോകാൻ കഴിയുന്നതാണ്. ഡോക്ടർ എത്ര മൈക്രോട്ടിസ ചെയ്തിട്ടുണ്ടാവും? ഞാൻ ഒരു 300-ൽ പരെ മൈക്രോട്ടിസുകൾ ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള രോഗികളിൽ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. കാരണം ഇപ്പൊ ജനിതകപരമായിട്ട് തീർത്തും ബീജം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ചെറിയൊരു ഗ്രൂപ്പ് ഉണ്ട്. അവരെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് നിർത്തിയിട്ടേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിനെ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 50% രോഗികൾക്ക് ഇത് കിട്ടാനുള്ള സാധ്യത സ്പേം റിട്രീവൽ കിട്ടും. അപ്പോൾ മൈക്രോട്ടിസ എന്ന് വെച്ചാൽ നമുക്ക് 100% രോഗികളിൽ നമുക്ക് ശുക്ലാണു കിട്ടണമെന്നില്ല. ഏകദേശം 50% രോഗികളിൽ കിട്ടാവുന്നത്. പക്ഷെ അതൊരു വളരെ വലിയൊരു പണ്ടാണെങ്കിൽ ഒരു 10 പേരാണെങ്കിൽ ആ 10 പേർക്കും കിട്ടില്ലായിരുന്നു, കുട്ടികൾ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഡോണർ സ്പേമിനെ ഉപയോഗിക്കേണ്ടി വരും. ഇതിപ്പോ നമുക്ക് 5 പേർക്ക് കിട്ടുന്നു. അപ്പൊ അതാണ് അതിന്റെ ഒരു വ്യത്യാസം മൈക്രോട്ടിസി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ. ഈ മൈക്രോട്ടിസി എന്ന് പറഞ്ഞ പ്രൊസീജിയറിന് കാര്യമായിട്ടുള്ള അങ്ങനെയുള്ള വലിയൊരു സൈഡ് എഫക്ട്സും ഒന്നും ഇല്ലാത്തതാണ്. ഇൻഫെക്ഷനാണ് ഒരു ചെറിയൊരു സൈഡ് എഫക്ട് ഉള്ളത്. ജനറലി ഒരു സെക്കൻഡ് ഡേ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നത് വിത്തിൻ 2 to 3 വീക്സിനുള്ളിൽ രോഗിക്ക് കുറച്ച് വേദനയൊക്കെ ഉണ്ടാവാം ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. കാരണം ബീജം പ്രശ്നം തുറന്നിട്ടുള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഈ മൈക്രോട്ടിസിയെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. മൈക്രോട്ടിസ ഒരു വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രോപ്പർ ആയിട്ടുള്ള മരുന്ന് ഒരു 6 months to 8 months നമ്മൾ മരുന്ന് കൊടുത്തതിന് ശേഷം ചെയ്ത മൈക്രോട്ടിസയിൽ ഈ സ്പേം റിട്രീവൽ ചാൻസസ് വളരെ ഹൈ ആണ്. ഒരു 50 to 55% ആൾക്കാർക്ക് നമുക്ക് കിട്ടും. അതൊരു റിലേറ്റീവ്ലി വളരെ നല്ല പെർസെൻറ്റേജ് ആണ്. കാരണം 100-ൽ 55 പേർക്കും മുമ്പാണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഡോണർ സ്പേം, അതായത് നമ്മുടെ സ്വന്തം ചോരയിലെ കുഞ്ഞുണ്ടാവുന്ന അഭിലാഷം പൂർത്തീകരിക്കാതെയാണ് അവർ ഉണ്ടാവുന്നത്. അതിന് ആ ഒരു വളരെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ തന്നെയാണ് മൈക്രോട്ടിസ.